ഓമനാമോ എന്തോ എന്താണ് എന്നാണ് എന്ത് പണിയായിട്ടാണ് ഇന്ന് വന്നേക്കണത്? ഊണൊക്കെ കഴിഞ്ഞു തോന്നുന്നു. അതിന്റെ ഒരു എനർജി കാണാനുണ്ടല്ലോ. ഊണൊക്കെ കഴിഞ്ഞ് എന്താണ് നമ്മുടെ ആഫ്രിക്കൻ മല്ലി നിറച്ച് പുല്ല. അതൊന്ന് പറിച്ചേക്കാലോ എന്ന് ഓർത്ത് ഇരിക്കുക. ആണല്ലേ, കൊള്ളാം. ഇവിടെ അടുത്ത് വന്ന് നിന്നപ്പോ തന്നെ നല്ല സ്മെല്ലുണ്ട്. നല്ല സ്മെല്ലാ. എന്റെ പൊന്നോ, കുത്തിയിരുന്ന് പറിക്കാൻ പറ്റിയല്ല. ഈ ഇല മല്ലിയില ഉപയോഗിച്ചിട്ടുണ്ടോ? ഇത് ഉപയോഗിച്ചിട്ടില്ല. ഇല്ലല്ലേ, നമ്മുടെ സാധാ മല്ലിയില ഉപയോഗിച്ചിട്ടുണ്ട്. ഇല്ല, അതും ഉപയോഗിച്ചിട്ടില്ല. മല്ലിയില സാധാരണ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ കറിവേപ്പിലെങ്കിലും ഉപയോഗിച്ചു. കറിവേപ്പിലില്ലാത്ത കറിയില്ല. കറിവേപ്പിലില്ലാത്ത കറിയില്ല. പക്ഷെ ഇതൊക്കെ നമുക്ക് അതിനോട്, പിന്നെ എനിക്ക് മാത്രമുള്ളതല്ലോ, മക്കൾക്കൊക്കെ അത് അതിന്റെ ടേസ്റ്റ് പിടിക്കണ്ടേ. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല. സാമ്പാറിനൊക്കെ ഇടുമ്പോ രസത്തിനൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയാ, കണ്ടിട്ടില്ലേ? ഇവിടെ വന്നിട്ടാണോ? അല്ല, ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ആണോ? ഞങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ ഉള്ള അവര് ചെടിച്ചട്ടിയിലൊക്കെ കൊണ്ടുവയ്ക്കാം. അന്നേരമാണ് ഞാൻ ഇത് കറിക്കകത്ത് ഇടണതാന്നൊക്കെ അറിയണത്. ഇതിനൊരു സ്മെല്ലുണ്ടെന്നൊക്കെ അറിയണത് അന്നേരം. പക്ഷെ നല്ല സ്മെല്ലല്ലേ? എനിക്കാണ് ഭയങ്കര ഇഷ്ടം. നല്ല മണം, നല്ല മണം, നല്ല സ്മെല്ല്. ആ സ്മെല്ല് തന്നെയല്ല, ഇതിന്റെ ആ ഇലയിലുണ്ടല്ലോ സൈഡിലൊക്കെ ഒരു മുള്ളു പോലെയാ. കറുവ് വന്നിട്ടൊരു കൈ കൊണ്ടുകഴിഞ്ഞാൽ ചെറിയ വേദനയുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, നമ്മുടെ സാധാ മല്ലിയില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവും. നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി പോകും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ കുറെ നാൾ ഇരിക്കും ഇല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വളർത്തിയെടുത്താലും നമുക്ക് ഉപയോഗിക്കാൻ, വളർത്തിയെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ വിത്ത് വീണ് പുതിയത് കിളുത്ത് വന്നോളും. മല്ലി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ ഭയങ്കര പാടാ. അങ്ങനെ പിടിച്ചാലും പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന. പെട്ടെന്ന് പിടിക്കാൻ ഞങ്ങൾ അയലക്കത്തൊരു വീട്ടില് ഇത് കൊണ്ടുവന്ന് നട്ടിട്ട് അവര് മല്ലിയില നല്ല സൂപ്പറാന്ന് പറഞ്ഞു. പക്ഷെ അവര് നട്ട് അതൊന്നും അവര് എടുക്കാറില്ല. അവര് പറമ്പ് മുഴുവനും ഇത് മിറ്റം നിറച്ചിത് ഉണ്ടായി. അതാ ഞാൻ പറഞ്ഞ നിറയെ ഉണ്ടാവും. അത് അവര് അന്നേരം പറഞ്ഞു എല്ലാവർക്കും അതൊന്നും പിടിക്കുകയെന്ന് പറഞ്ഞു. പക്ഷെ പഴയ ആൾക്കാർക്കൊന്നും മല്ലിയില ടേസ്റ്റ്, നമ്മൾ സാമ്പാറൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ മല്ലി മുളകും വറുത്ത് അല്ലെങ്കിൽ തേങ്ങയൊക്കെ വറുത്ത് അങ്ങനെയൊക്കെയല്ലേ പണ്ടൊക്കെ സാമ്പാറൊക്കെ വയ്ക്കണേ. ഇപ്പോഴൊക്കെയാണ് കുറച്ച് നാളുകളേ ഉള്ളൂ മല്ലിയിലൊക്കെ കൂടുതലായിട്ടൊക്കെ എല്ലാ കറിക്കും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. പക്ഷെ ആ മല്ലിയിലേക്കാട്ടില് ഭയങ്കര ഇത് മണം, സ്മെല്ല് ഭയങ്കര കൂടുതലാണ് നമ്മുടെ ആഫ്രിക്കൻ മല്ലിക്ക്. അങ്ങനെ മണം വരുന്നില്ലല്ലോ. മണമുണ്ട്, നല്ല സ്മെല്ലുണ്ട്. ഞാൻ മറ്റേ സാധാ മല്ലിയില എടുക്കുമ്പോഴേ ഞങ്ങൾ കടയിൽ നിന്ന് മേടിക്കുമ്പോഴത്തേക്കും, കാരണം പ്രശ്നം എന്നറിയാവോ, ഞങ്ങളുടെ അടുത്ത കടകളിലൊന്നും മല്ലിയില കിട്ടത്തില്ല. നമുക്ക് സാധനം മേടിക്കണം എന്നുണ്ടല്ലോ ഒന്നിലെ കടുത്തുരുത്തി പച്ചക്കറി സ്റ്റാളിൽ പോകണം, ഇല്ല തലയോലപ്പറമ്പിൽ പോകണം. അങ്ങനെ എവിടെയെങ്കിലും പോയി പച്ചക്കറി മേടിക്കാൻ പോയാൽ മാത്രമേ നമുക്ക് മല്ലിയില കിട്ടത്തുള്ളൂ. ഇല്ല സൂപ്പർ മാർക്കറ്റിൽ പോകണം. നമ്മുടെ ഇപ്പോഴും ഞങ്ങളുടെ ഭാഗത്തൊന്നും അങ്ങനെ കടകളിലൊന്നും മല്ലിയില കിട്ടത്തില്ല. ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുടെ അടുത്ത് ഭയങ്കര അത് വെളിയിൽ നിന്ന് വന്ന ആൾക്കാരല്ലേ താമസിക്കുന്നത്. അന്നേരം നിറച്ച് നമ്മൾ കണ്ടിട്ടില്ലാത്ത പച്ചക്കറികളൊക്കെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HNLന്റെ അടുത്തായ കാരണം അല്ലേ, വെള്ളൂര്. ഇപ്പം നമ്മൾ കണ്ടില്ലേ, അതാണ് നമ്മുടെ ആഫ്രിക്കൻ മല്ലി, ഇല്ലെങ്കിൽ മെക്സിക്കൻ മല്ലി, അല്ലെങ്കിൽ ലോങ് കൊറിയാണ്ടർ, ശീമ മല്ലി, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന മല്ലിയിലയാണ് കേട്ടോ. അപ്പം നമ്മൾ സാധാരണ കൂടുതലായിട്ടും കണ്ടേക്കുന്നത് മറ്റേ നമ്മുടെ മല്ലി മുളപ്പിച്ചെടുക്കുന്ന മല്ലിയിലയാണ്. അതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫോൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നാൾ ഇരിക്കില്ല, പെട്ടെന്ന് അത് ചീത്തയായി പോവും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളുകൾ നമുക്ക് ഉപയോഗിക്കാനും പറ്റും. മല്ലിയില ഉപയോഗിക്കുന്നതിൻ്റെ അത്രയും വേണ്ട, അതേ സ്മെല്ലും അതിൽ കൂടുതൽ ഔഷധ ഗുണങ്ങളുണ്ട്. പക്ഷേ നമ്മൾ മല്ലിയില ഒരു 2-3 തണ്ട് ഇടുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇലയുടെ ഒരു പകുതി പോർഷൻ ഇട്ടാൽ മതിയാവും. അത്രയും സ്മെല്ലാണ് ഇതിന്. അതേപോലെ തന്നെ ഗുണങ്ങളും അതുപോലെ തന്നെയാണ്. പിന്നെ ഇത് പിടിപ്പിച്ചെടുക്കാനും നമുക്ക് എളുപ്പമാണ്. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിലൊക്കെ വളരെ നന്നായിട്ട് പിടിപ്പിക്കുന്ന ഒന്നാണ്. നല്ല നീർവാഴ്ചയുള്ള മണ്ണ്, മീൻസ് നല്ല ഇളക്കവും അതേപോലെ തന്നെ വെള്ളമൊക്കെയുള്ള മണ്ണ്. നമുക്ക് ചെടിച്ചട്ടി വയ്ക്കാം, നിലത്ത് വയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും വെച്ച് പിടിപ്പിക്കാം. നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന സാമ്പാർ രസമൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ മല്ലിയിലയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്നല്ല, ഈ മല്ലിയില ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക്. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മല്ലിയിലയുടെ ആ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ കുറച്ച് സാമ്പാറൊക്കെ വയ്ക്കുമ്പോൾ കുറച്ച് കൂടുതൽ മല്ലിയിലയുടെ ആ ഒരു ഇതൊക്കെ ചേർക്കും. അപ്പോൾ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇറച്ചി ഐറ്റംസ് ഉണ്ടാക്കുക, ബിരിയാണി ഉണ്ടാക്കുക, രസം വയ്ക്കുക, അപ്പോൾ അതിലൊക്കെ നമുക്കിത് ചേർക്കാൻ പറ്റും. അതേപോലെ സൂപ്പ് ഉണ്ടാക്കുക, ചട്നി ഉണ്ടാക്കുക. അപ്പോൾ ഈ സംഭവങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ഇല യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് അത്രയും ഇല കൂടുതലും വേണ്ട, പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്, കുറേ നാളുകൾ ഇരിക്കുകയും ചെയ്യും. പിന്നെ ഒരു ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ നമുക്ക് നിലത്തൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിത്ത് വീണ് തന്നെ അത് പ്ലാന്റ്സ് പുതിയത് ഉണ്ടായിക്കൊണ്ടിരിക്കും, നിറയെ ഉണ്ടാവും. കാരണം നമുക്ക് മല്ലിയില എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരട്ടി സ്മെല്ലും ഉണ്ടാകും. നമ്മൾ നോർമലുള്ള മല്ലിയിലയെക്കാട്ടിലും നല്ല ഇരട്ടി
സ്മെല്ലും ഉണ്ടാവും ഇതിന്. അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കൾക്കുണ്ടല്ലോ, പൂക്കൾക്ക് ഒരു പച്ച കലർന്ന വെള്ള കളറാണ് ഇതിൻ്റെ പൂക്കൾക്ക് ഉണ്ടാവുക. ഇതിൽ തന്നെയാണ് വിത്തും ഉണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നോർമൽ മല്ലിയിലയുടെ പോലെയല്ല, ഇതിനൊരു എരിവ് കളർന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഇലയ്ക്ക് ഉണ്ടാവുക. പിന്നെ നമ്മൾ നോർമലി ഉള്ള മല്ലിയില ഇട്ടാനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ സ്മെല്ല് അങ്ങോട്ട് കുറഞ്ഞു പോകും. പക്ഷേ അതിൽ കൂടുതൽ സമയം ഇതിൻ്റെ ഇലകളുടെ സ്മെല്ല്, നമ്മുടെ കറികളിലുള്ള ആ സ്മെല്ല് കുറേ സമയം ഉണ്ടാവും. ആ ഒരു ടേസ്റ്റും ആ ഒരു ഫ്ലേവറും ഒക്കെ കൂടുതൽ സമയം നമ്മുടെ നോർമൽ മല്ലിയിലേക്കായി കൂടുതൽ സമയം നിലനിൽക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമുക്ക് സാധാരണ മല്ലിയില എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. ഈ ആഫ്രിക്കൻ മല്ലിയുടെ പ്രത്യേകത നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലൊക്കെ അനുയോജ്യമായിട്ട് വളരുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ആഫ്രിക്കൻ മല്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വിറ്റാമിൻ എ, വിറ്റാമിൻ സി എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഔഷധ ഗുണങ്ങൾ, അതേപോലെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ, ഒരുപാട് മൂലകങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ചെടിയാണ് നമ്മുടെ ഈ ആഫ്രിക്കൻ മല്ലി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇത് നമുക്ക് വെച്ച് പിടിപ്പിക്കാനും എളുപ്പമാണ്. ഒരെണ്ണം നമ്മൾ ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ വെറുതെ നിലത്തോ, സ്ഥലമുള്ളവർക്ക് നിലത്തോ ഒക്കെ വെച്ചാൽ മതി. അതിൻ്റെ വിത്ത് വീണ് തന്നെ പുതിയ പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടായിക്കോളും. പിന്നെ നമുക്ക് കറികൾക്ക് ഉപയോഗിക്കാനാണെങ്കിലും എപ്പോഴും മല്ലിയില മേടിക്കാനായിട്ട് കടയിലേക്ക്, ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്ത് പറയണേ, നമുക്ക് മല്ലിയില മേടിക്കണമെങ്കിൽ തീർന്നു കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് പോകുന്നിടം വരെ, അടുത്തുരുത്തി അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ടൗണിലേക്ക് പോകുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു ചെടി നമ്മൾ വീട്ടിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് പോയി പറിച്ച് ചേർത്ത് നമ്മുടെ ബിരിയാണിക്കാണെങ്കിലും ഇറച്ചിക്കാണെങ്കിലും സാമ്പാർ എന്ത് വെച്ചാലും, രസം വെച്ചാലും ഒക്കെ, ചട്നി ഉണ്ടാക്കിയാലും ഒക്കെ ആ ഒരു ഫ്ലേവറിനും അതേപോലെ ഔഷധ ഗുണത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ആഫ്രിക്കൻ മല്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചെടി നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ അത് മേടിച്ച് വീട്ടിൽ വയ്ക്കുക. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് പിടിപ്പിക്കാനായിട്ട്. തനിയെ ബാക്കി പ്ലാന്റ്സുകളൊക്കെ തനിയെ കിളുത്ത് വന്നോളും. നമ്മൾ ആരും അതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയും വേണ്ട. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.